കണ്ണൂർ പയ്യന്നൂർ സ്പെഷ്യലായിട്ടുള്ള നല്ല നാടൻ രുചികൾ, നല്ല സ്പൈസി ആയിട്ടുള്ള ചക്ക വെച്ചത് അല്ലെങ്കിൽ ചക്ക എരിശ്ശേരി എന്നൊക്കെ പറയുന്ന ഒരു നാട്ടിൻപുറം റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിലും അതല്ലാതെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ, ഒരു കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് 10 ലിറ്ററിൻ്റെ കുക്കറാണ്. ഒരു 7-8 കപ്പോളം ചക്കച്ചോള ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചക്കച്ചോളയും ചക്കക്കുരുവും കൂടി, ചക്കക്കുരു ഒത്തിരി ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ചുളയും കുരുവും രണ്ടും കൂടിയാണ് കുക്കറിനകത്തോട്ടേക്ക് മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇത് നല്ല സ്പൈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ലാസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് 1 കപ്പൊക്കെ ധാരാളമാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ജസ്റ്റ് എല്ലാം മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചാൽ മതി. 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് 2 വിസിൽ അടിച്ചതിന് ശേഷമുള്ളതാണ്. ചില ചക്കയൊക്കെ ആണെങ്കിൽ 1 വിസിലടിച്ച് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഉരുളിയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്. തേങ്ങ അത്യാവശ്യം നന്നായിട്ട് വേണം. തേങ്ങയാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. കൂട്ടത്തിൽ 1-2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ഒരു 10 അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു 10 എണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ താളിച്ച് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വെച്ചത് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇവിടെ പയ്യന്നൂരൊക്കെ ചക്ക എരിശ്ശേരി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ എന്താണ് അല്ലെങ്കിൽ വൈകുന്നേരം എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചാൽ ചക്ക വെച്ചത് എന്നാണ് സാധാരണ പറയാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.